നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. അമ്മയ്ക്കകത്ത് സ്റ്റണ്ട് നടക്കുമോ? താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്. അമ്മയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യാപകമായ പരാതി. മലയാളത്തിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുകളും തുടങ്ങിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വരെ പ്രാതിനിധ്യമുള്ള സംഘടനയാണ് അമ്മ. ഈ സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം 30-ാം തീയതി എറണാകുളത്തെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന അമ്മയുടെ ജനറൽ ബോഡിയിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പും മറ്റും നടക്കുക. എന്നാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും നിലവിൽ പ്രസിഡന്റായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ ട്രഷറർ സ്ഥാനത്തേക്ക് മറ്റൊരു താരമായ ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഭാരവാഹി പട്ടികയിലെ മറ്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് 30-ാം തീയതി നടക്കുക. താരസംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളിലും സംഘടനയുടെ ബാങ്ക് നിക്ഷേപം അടക്കമുള്ള ആസ്തികളുടെ കാര്യത്തിലും കുറെ നാളുകളായി പലതരത്തിലുള്ള പരാതികളും ആക്ഷേപങ്ങളും പരക്കെ പാട്ടാണ്. 13 വർഷത്തിലധികം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഇടവേള ബാബു ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവായി നിൽക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഇടവേള ബാബുവിനെതിരെ കമ്മിറ്റി അംഗങ്ങൾ ഉയർത്തിയ ചില അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളുമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അമ്മ എന്ന താരസംഘടന രൂപീകൃതമായ ശേഷം ഏറെ കാലം പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് സംഘടനയെ വളരെ വിദഗ്ധമായി മുന്നോട്ട് നയിച്ചത് അന്തരിച്ച നടൻ ഇന്നസെന്റ് ആയിരുന്നു. അവസാന ഘട്ടത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളുടെ പേരിൽ അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്നും ഒഴിവായപ്പോഴാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി അമ്മ സംഘടനയെ നയിക്കുന്നത് മോഹൻലാലാണ്. സൂപ്പർ താരമായ മോഹൻലാൽ അമ്മ സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും തിരക്കുള്ള സിനിമാ താരം എന്ന നിലയിൽ അദ്ദേഹത്തിന് സംഘടനാ കാര്യങ്ങളിൽ സമയം കണ്ടെത്തി കാര്യമായി ഇടപെടൽ നടത്താൻ കഴിയാറില്ല. ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമാരും കൂട്ടുചേർന്നുകൊണ്ടുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് താരസംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധനശേഖരണത്തിന് വേണ്ടി താരസംഘടനയായ അമ്മ വലിയ തോതിൽ ഷോകളും മറ്റു പരിപാടികളും പലതവണ നടത്തിയിട്ടുള്ളതാണ്. അവാർഡ് നിശകൾ, താരങ്ങൾ പങ്കെടുക്കുന്ന മെഗാ ഷോകൾ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ വരെ വമ്പൻ പരിപാടികൾ നടത്തുകയും ഇതിലൂടെ സംഘടന കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തിരുന്നു. താരസംഘടന രൂപപ്പെട്ട ശേഷം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന താരങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും നിരവധി പദ്ധതികളും അമ്മ ആവിഷ്കരിച്ചിരുന്നു. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ദിലീപുമായി ചേർന്നുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 2020 എന്ന സിനിമ നിർമ്മിച്ചിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, നയൻതാര, ഭാവന, കാവ്യമാധവൻ തുടങ്ങി മുൻനിര താരങ്ങളെല്ലാം ഈ സിനിമയിൽ പങ്കാളികളായി കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഈ സിനിമ വഴി ഉണ്ടായി എന്നതാണ് സത്യം. താരസംഘടനയായ അമ്മ ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ച രോഗബാധിതരും മറ്റുമായി അവശ നിലയിലായ താരങ്ങൾക്ക് മാസം തോറും 5000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതി. എന്നാൽ ഈ പദ്ധതി ഏറെ നാളായി മുടങ്ങിക്കിടക്കുകയാണ്. മാത്രവുമല്ല, ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുകയും അവസാന കാലത്ത് സിനിമ വിട്ടു മാറി നിൽക്കുകയും ചെയ്ത പാവപ്പെട്ട താരങ്ങൾ മരണം വരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും അമ്മ സംഘടനയും പ്രമുഖ താരങ്ങളും തയ്യാറായില്ല എന്ന ആക്ഷേപവും പലവട്ടം പുറത്തുവരികയുണ്ടായി. ചലച്ചിത്ര നിർമ്മാതാവ്, അഭിനേതാവ് തുടങ്ങി ഏറെ കാലം മലയാള സിനിമാ ലോകത്ത് തിളങ്ങി നിന്ന TP മാധവൻ എന്ന പ്രശസ്ത നടൻ ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ കൊല്ലത്തെ ഒരു വൃദ്ധസദനത്തിൽ ഇപ്പോഴും കഴിയുകയാണ്. ഏറെക്കാലം നാടകരംഗത്തും കുറച്ചൊക്കെ സിനിമാ രംഗത്തും അഭിനയിച്ച താരങ്ങൾ അവശ നിലയിലായപ്പോൾ പല വിധത്തിലുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടും അമ്മ സംഘടന തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരസ്യമായി ചില അവശ്യ സിനിമാ താരങ്ങൾ പറയുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ ഏതായാലും മോഹൻലാൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു ഭാരവാഹികളെ തീരുമാനിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെതിരായി അനൂപ് ചന്ദ്രനും പത്രിക നൽകിയിട്ടുണ്ട്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താരങ്ങളായ ജഗദീഷ്, മഞ്ജു പിള്ള, ജയൻ ചേർത്തല എന്നിവർ മത്സരിക്കുന്നു. സംഘടനയുടെ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാകാൻ അനന്യ, ജോയ് മാത്യു, കലാഭൻ ഷാജോൺ, രമേശ് പിഷാരടി, സരയു, സുരാജ് വെഞ്ഞാറമൂട്, ടിനി ടോം, ടൊവിനോ തോമസ് തുടങ്ങിയവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പതിവിന് വിപരീതമായി ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വലിയ വാശിയും മത്സരവും നടക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സംഘടന ഒരു കൂട്ടം ആൾക്കാർ വർഷങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്നുവെന്നും സംഘടനയുടെ ആസ്തിയും സമ്പത്തും ബാങ്ക് നിക്ഷേപവും മറ്റും സംബന്ധിച്ച ഒരു വിവരവും ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് പാസാക്കുന്നില്ല എന്ന പരാതിയും ഒരുപറ്റം അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 30-ാം തീയതി നടക്കുന്ന ജനറൽ ബോഡിയിൽ പരസ്പര പോരും വാശിയും ഉണ്ടാകും എന്നത് ഉറപ്പാണ്.
അമ്മ താരസംഘടനയുടെ മുൻകാല ചരിത്രത്തിൽ നിരവധി തവണ ഭാരവാഹികൾ തമ്മിൽ ഏറ്റുമുട്ടലിന്റെ വക്കിൽ എത്തിയിട്ടുമുണ്ട്. ചില താരങ്ങളെ കേസുകളുടെ പേരിൽ പുറത്താക്കണം എന്ന ആവശ്യം ഉയർന്നപ്പോഴും പുറത്താക്കപ്പെട്ട ചില താരങ്ങളെ തിരിച്ചെടുക്കുന്ന തീരുമാനം വന്നപ്പോഴുമെല്ലാം ഭാരവാഹികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്ത സംഭവങ്ങൾ മലയാളികൾ കണ്ടതാണ്. മലയാള ചലച്ചിത്ര ലോകത്തും മാത്രമല്ല, അന്യഭാഷാ സിനിമാ ലോകത്തും ഇതുപോലെ തന്നെ താരസംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് താരസംഘടനകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന താരങ്ങൾക്ക് വലിയ തോതിലുള്ള സഹായവും മറ്റും ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ താരങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും സിനിമയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ദോഷമുണ്ടാക്കുന്ന സർക്കാർ തീരുമാനങ്ങളോ പൊതു ഇടപെടലുകളോ ഉണ്ടാവുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്ന് പ്രതിരോധിക്കാനും അന്യഭാഷാ താരസംഘടനകൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ ഈ കാര്യത്തിൽ എത്ര കണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. നിലവിൽ അമ്മ എന്ന താരസംഘടനയിൽ മലയാള സിനിമാ വേദിയിൽ പ്രവർത്തിക്കുന്ന 506 അംഗങ്ങളുണ്ട്. അമ്മയുടെ അംഗത്വം ലഭിക്കുന്നതിനുള്ള നിബന്ധനകളുടെ കാര്യത്തിലും ഏറെ കാലമായി പരാതികൾ നിലനിൽക്കുകയാണ്. സിനിമാ മോഹവുമായി അഭിനയ രംഗത്തേക്ക് വരുന്ന പുതിയ താരങ്ങൾ അംഗത്വം ആവശ്യപ്പെട്ടാൽ വലിയ തുക അംഗത്വ ഫീസായി ചോദിക്കുന്നു എന്നത് ഏറെ കാലമായുള്ള പരാതിയാണ്. ഇത് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ എന്ന കാര്യം അമ്മയുടെ ഭരണ ചുമതലയേൽക്കുന്ന പുതിയ കമ്മിറ്റിക്കാരാരെങ്കിലും ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.